everyone, so welcome back to another video. ഒരൊറ്റ യൂട്യൂബ് പ്ലേലിസ്റ്റ് വഴി 3 സ്കില്ല് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യണ ഈ ഒരു സീരീസിലെ ആദ്യത്തെ സ്കില്ലായിട്ടുള്ള ഫ്രീലാൻസിങ് പഠിക്കുന്നതിന്റെ 3ാമത്തെ വീഡിയോ ആണ് ഇത്. നിങ്ങൾ ഫ്രീലാൻസിങ് എന്നുള്ള ടോപ്പിക്കിൽ യൂട്യൂബിൽ കാണുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. അഗൈൻ വൺ ഓഫ് ദ ബെസ്റ്റ് ബിക്കോസ് ഇനിയും അടിപൊളി വീഡിയോസ് ഉറപ്പായിട്ട് വരാനുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ആദ്യം ബുർജ് ഖലീഫിന്റെ അടിത്തറ പണിയൂലേ, അതുപോലെയാണ് ലാസ്റ്റത്തെ 2 വീഡിയോ. എന്തിനാ ബുർജ് ഖലീഫ് ഇനി മുകളിലേക്ക് കെട്ടിപ്പൊക്കാൻ, അതാണ് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ. ദാറ്റ് ഈസ് കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് 2 വീഡിയോസിൽ കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. എന്താണ് ഫ്രീലാൻസിങ് എന്നും 5 കോമ്പോണൻസ് നമ്മൾ വളരെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നമ്മൾ ബുർജ് ഖലീഫ മുകളിലേക്ക് പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 5 കോമ്പോണൻസ് നമ്മൾ പറഞ്ഞു: സ്കില്ല്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷണൽ ആൻഡ് ഫൈനാൻസ്. ഇതിലെ സ്കിൽ ആൻഡ് മാർക്കറ്റിംഗ്, കാര്യമായും മാർക്കറ്റിംഗ് എന്നുള്ള ആംഗിളിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഏകദേശം 3 വർഷം ഫ്രീലാൻസിങ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫ്രീലാൻസേഴ്സിനോട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത്രേ ഞാൻ ഇൻട്രോ പറഞ്ഞ എന്തിനാ അറിയോ? നിങ്ങൾ ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിൽ ഉറപ്പായിട്ടും പോസ് ചെയ്തിട്ട് വാച്ച് ലേറ്ററിൽ വേണമെങ്കിൽ കൊണ്ടിടുക. ഇനി അത്ര നിങ്ങൾ മൈൻഡ് സെറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടു തീർക്കുമെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഉറപ്പായിട്ടും കണ്ടു തീർക്കണം കേട്ടോ. ഫ്രീലാൻസിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടു തീർക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് എടുത്തോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്ക നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫ്രീലാൻസിങ് ജേർണിയിൽ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് started. ഇനി നമ്മളെ സാധനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ഈ വീഡിയോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 ആൾക്കെങ്കിലും ഷെയർ ചെയ്യുക. ബിക്കോസ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള എഫേർട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് 3 സ്കില്ല് അടിപൊളിയായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട്. ബട്ട് ഇതെനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഹെൽപ്പ് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാരിലേക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ പോവാം. നമ്മൾ 5 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ: സ്കില്ല്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷണൽ, ഫൈനാൻസ്. ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ മടക്കി വെച്ച് സ്കില്ലും മാർക്കറ്റിംഗുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ സ്കില്ല് വളരെ ചെറിയൊരു പാർട്ടാണ്, മാർക്കറ്റിംഗ് കുറച്ചൊരു വലിയ പാർട്ടാണ്. അപ്പോൾ ആദ്യം സ്കില്ല് അങ്ങ് ക്ലിയർ ആക്കിയാലോ. വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് ഫ്രീലാൻസബിൾ ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങളുടെ കയ്യിൽ വേണം. മേ ബി നിങ്ങൾ ഓൾറെഡി ഒരു സ്കില്ലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ സ്കില്ലുള്ള ആളാണ്. എനിക്ക് ഫ്രീലാൻസിങ്ങിലേക്ക് ഇറങ്ങണം, ഫ്രീലാൻസിങ് ചെയ്ത് ട്രൈ ചെയ്യണം, അപ്പം എനിക്ക് ഫ്രീലാൻസബിൾ ആയിട്ടുള്ള ഒരു സ്കില്ല് വേണം. എന്താണെന്നുണ്ടെങ്കിലും ഏത് കേസാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കയ്യിൽ ഫ്രീലാൻസബിൾ ആയിട്ടുള്ള ഒരു സ്കില്ല് വേണം. മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ UI/UX ഡിസൈനർ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ, അല്ലെങ്കിൽ ഡെവലപ്പർ, അല്ലെങ്കിൽ വേർഡ്പ്രസ് ഡെവലപ്പർ, ഇതൊക്കെ ശരിക്കും ആക്ച്വലി ഫ്രീലാൻസബിൾ ആയിട്ടുള്ള, ഫ്രീലാൻസിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്കിൽസ് അല്ലേ. ഇനി നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല്, ദാറ്റ് ഈസ് 2026 നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള സ്കില്ല് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ല് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ബെസ്റ്റ് വഴി എന്താ? ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് SL+M. സെൽഫ് ലേണിങ്ങിൻ്റെയും മെൻറ്റർഷിപ്പിൻ്റെയും കോമ്പിനേഷനാണ് ഇന്ന് നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നമുക്ക് കുറേ ഓപ്ഷൻസ് ഇല്ലേ ഇന്ന് ഒരു സ്കില്ല് പഠിക്കാനായിട്ട്. യൂട്യൂബ് ഒന്നാണ്, ChatGPT ഒന്നാണ്, ഗൂഗിൾ ഒന്നാണ്. നിങ്ങളിപ്പോൾ ഒരു സ്കില്ല്, ദാറ്റ് ഈസ് ഫ്രീലാൻസിങ് എന്നുള്ള സാധനം പഠിക്കണത്, എൻ്റെ അടുത്ത് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് സെൽഫ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ സെൽഫ് ലേണിങ്ങിൻ്റെ കൂടെ പ്രോപ്പർ മെൻറ്റർഷിപ്പും കൂടെ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പവറാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ട്, നിങ്ങൾ യൂട്യൂബ്, ChatGPT ഇങ്ങനെയുള്ള സോഴ്സ് നിന്നൊക്കെ അടിപൊളിയായിട്ട് സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളൊരു അക്കാഡമിയിൽ പോയിട്ട് മെൻറ്റർഷിപ്പ് എടുക്കാം. നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കിട്ടും. ഇങ്ങനെ മെൻറ്റർഷിപ്പ്, ദാറ്റ് ഈസ് നിങ്ങളൊരാൾ ഗൈഡ് ചെയ്യും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഡബിൾ പവറാണ്. ആ ആൾ പോയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സിലൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ക്ലിയർ സ്ട്രക്ചർ, ഇത് എങ്ങനെയാണ് ഞാൻ പോകേണ്ടത് എൻ്റെ കരിയറിൽ എന്നുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ആക്ച്വലി മെൻറ്റർഷിപ്പിനുണ്ട്. അപ്പോൾ ഫ്രീലാൻസബിൾ ആയിട്ടുള്ളൊരു സ്കില്ല് നമ്മുടെ കയ്യിൽ വേണം. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2026 ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴി ഇറ്റ് ഈസ് സെൽഫ് ലേണിംഗ് പ്ലസ് മെൻറ്റർഷിപ്പ്.
സെൽഫ് ലേണിംഗ് എന്തൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകൾ ഉള്ളതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ മെൻറ്റർഷിപ്പിൻ്റെ സോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രീലാൻസബിൾ ആയിട്ടുള്ള സ്കിൽ. ഇനി എനിക്കൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. മേ ബി ഇൻസ്റ്റഗ്രാം റീലും അതും ഇതൊക്കെ കണ്ടിട്ട് ഒരു 10 സെക്കൻഡ് അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് കുറച്ച് പണിയായിരിക്കും. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും എത്തി. പക്ഷേ ഇനി മുമ്പോട്ടേക്ക് കാണാൻ കുറച്ചുകൂടെ പണിയായിരിക്കും. ഐ തിങ്ക് ഞാൻ ഈ സീരീസിൽ ചെയ്യാൻ വേണ്ടി പോണ വൺ ഓഫ് ദ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഇനി സംസാരിക്കാൻ വേണ്ടി പോണത്. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് എന്നുള്ള സാധനം. ലെങ്തി ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. അപ്പം മുമ്പോട്ടേക്ക് ആ ലെങ്ത് കവർ ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലും കൂടെ ആയിരിക്കണം നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ 1x കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1.5x മാറ്റാം. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ്/വിസിബിലിറ്റി എന്നുള്ള ഫ്രീലാൻസിങ് എന്നുള്ള ഈ ഒരു സ്കില്ലിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നോക്കിയാലോ. അപ്പം ഞാൻ ഒന്ന് ബോർഡിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യട്ടെ. മാർക്കറ്റിംഗ്/വിസിബിലിറ്റി. ഓക്കെ, അവിടെ എൻ്റെ അടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കില്ലുണ്ട്. നമ്മളെന്താ പറഞ്ഞത്, ഷാദ് എന്നുള്ള വീഡിയോ എഡിറ്റർ എന്നുള്ളൊരു സ്കില്ല് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണല്ലോ ആസ് എൻ എക്സാമ്പിൾ നമ്മൾ പറയണത്. അപ്പം എൻ്റെ അടുത്ത് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള സ്കില്ലുണ്ട്. എന്നാൽ എനിക്ക് വർക്ക് വരണമെന്നുണ്ടെങ്കിൽ, വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഈ സ്കില്ല് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ പണി എടുക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഈ പണി വൃത്തിയായിട്ട് എടുക്കാൻ അറിയാമെന്നുള്ളത് കൂടുതൽ ആളുകൾ അറിയണ്ടേ. ദാറ്റ് ഈസ് വിസിബിലിറ്റി. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് മോർ വിസിബിലിറ്റി ഈസ് ഈക്വൽ ടു മോർ ഓപ്പർച്യൂണിറ്റി. ഇത് കൂടുതൽ ആളുകൾ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, ആരാ ഞാൻ വീഡിയോ എഡിറ്റർ ആണെന്ന് അറിയേണ്ടത്, ആ ആളുകൾ കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമ്മളൊരു ഫ്രീലാൻസർ ആയിരിക്കെ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടണം എന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ, നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാനൽസ് ഏതൊക്കെയാണെന്ന്. അതിന് നമുക്ക് തൽക്കാലം GTMകൾ എന്ന് പറയാം. GTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു മാർക്കറ്റ്. നിങ്ങളുടെ അടുത്തൊരു സ്കില്ലുണ്ട്, ഈ സ്കില്ലുമായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏതൊക്കെ വഴികളുണ്ട് ആക്ച്വലി അത് അച്ചീവ് ചെയ്യാനായിട്ട്. ദാറ്റ് സ്കില്ലുമായിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെ വഴികളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ അടുത്ത് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളൊരു സ്കില്ലുണ്ട്. എനിക്ക് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് വഴി ക്ലയൻസ് വരാൻ, അല്ലെങ്കിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ, ക്ലയൻസ് വരാനുള്ള അങ്ങ് ഒഴിവാക്കി കിട്ടുമോ, വിസിബിലിറ്റി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ലേ. ദാറ്റ് ഈസ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആൾക്കാർ വരുന്ന ഇവൻറ്റ്സിനൊക്കെ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. ഞാൻ ആസ് എ വീഡിയോ എഡിറ്റർ അവിടെ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഉറപ്പായിട്ടൊരു ചാനലാണല്ലോ. ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അനദർ ചാനലാണല്ലോ. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോ. ഈ സ്ക്രീനിൽ കാണുന്ന ഫൈവർ, ഇത് അല്ലെങ്കിൽ വേണ്ട, മുമ്പോട്ടേക്ക് ഒന്നുകൂടെ പോവാം. അപ്വർക്ക്, ഫ്രീലാൻസർ, ഈ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് മാർക്കറ്റ് പ്ലേസുകൾ എന്ന് പറയാം. ഫ്രീലാൻസിങ് മാർക്കറ്റ് പ്ലേസസ്. അപ്പോൾ മാർക്കറ്റ് പ്ലേസുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു സെഷൻ എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി നിങ്ങൾ ഫ്രീലാൻസിങ് അങ്ങ് മാറ്റിവെച്ച് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ എടുത്തോ. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് സുദർശാണ്. സുദർശന് ഒരു സ്നീക്കർ ഷോപ്പുണ്ട്, അല്ലെങ്കിൽ സ്നീക്കർ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സ്നീക്കറിൻ്റെ പേര് സുദർശ് സ്നീക്കേഴ്സ് ആണെന്ന് നമുക്ക് തൽക്കാലം വിചാരിക്കാം. സുദർശ് സ്നീക്കേഴ്സ് എന്നുള്ള സ്നീക്കർ ബ്രാൻഡ് സുദർശൻ്റെ അടുത്തുണ്ട്. ഏതൊക്കെ വഴിയാണ് സുദർശന് സെല് ചെയ്യാൻ വേണ്ടി പറ്റുക? ഏകദേശം 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, സുദർശന് സ്വന്തമായിട്ട് ഓഫ്ലൈനിൽ ചിലപ്പോൾ നിലമ്പൂര് ഒരു ഷോപ്പ് ഇടാം, ആ ഷോപ്പിൽ പോയിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. 2, സുദർശൻ ഒരു മാളിൽ പോയിട്ട്, മേ ബി ഹൈലൈറ്റ് മാളിൽ വരുന്നുണ്ട് നിലമ്പൂര്, ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഒരു ഷോപ്പ് ഇടാം സ്നീക്കേഴ്സിൻ്റെ, ഇതേ ബ്രാൻഡ് സുദർശ് സ്നീക്കേഴ്സ് എന്നുള്ള ബ്രാൻഡ് അവിടെ കൊണ്ടിടാം. 3, സുദർശന് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അവിടെ ഈ പ്രൊഡക്റ്റ് കൊണ്ടിടാം. 4, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടാം. ഇവിടെ ഹൈലൈറ്റ് മാളും ആമസോണും ഒക്കെയാണ് മാർക്കറ്റ് പ്ലേസസ്. ഇവിടുത്തെ പ്രത്യേകത എന്താ, ഓൾറെഡി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളായിട്ട് പ്രത്യേകിച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് വേറെ രീതിയിലാണ്. ഹൈലൈറ്റ് മാളിൽ ഒരുപാട് ആളുകൾ അവിടെ വന്നു പോവല്ലോ, ആ ആളുകൾ സ്നീക്കേഴ്സ് വാങ്ങിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ലേ. അല്ലെങ്കിൽ ആമസോണിൽ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്നീക്കർ സെർച്ച് ചെയ്ത് വരുമല്ലോ, അവിടെ ഇത് വാങ്ങിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ലേ. ഇതേപോലെയാണ്
ഫ്രീലാൻസിങ് മാർക്കറ്റ് പ്ലേസസ്, അപ്വർക്ക്, ഫൈവർ, ഫ്രീലാൻസർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഫ്രീലാൻസേഴ്സിനുള്ള ഇത്തരം മാർക്കറ്റ് പ്ലേസുകളാണ്. ഇപ്പം ഞാനൊരു വീഡിയോ എഡിറ്ററാണെങ്കിൽ ഫൈവറിൽ പോയിട്ട് എനിക്ക് രജിസ്റ്റർ ചെയ്യാം. ദാറ്റ് ഈസ് ഞാനൊരു വീഡിയോ എഡിറ്ററാണ്, എൻ്റെ പോർട്ട്ഫോളിയോ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവറിൻ്റെ ഉള്ളിൽ വന്നിട്ട് നോക്കും. അപ്പോൾ അവിടെ എന്നെ കാണാൻ ചാൻസ് ഉണ്ട്, എനിക്ക് വർക്ക് തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്, കുറച്ച് ടെക്നിക്സും ഉണ്ട്. കൃഷ്ണദാസിൻ്റെ കൂടെ മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു സെഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആ സെഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയണത് ഫ്രീലാൻസർ ആകാൻ ഇങ്ങ് വന്ന് നേരെ ഈ മാർക്കറ്റ് പ്ലേസസിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യും, ഫൈവറിലും അപ്വർക്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഗിഗ് ഇടും. എന്നിട്ട് ആരും ചിലപ്പോൾ വരില്ല. അപ്പോൾ ഫ്രീലാൻസിങ് എന്താ പറയുക, മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങ് ക്വിറ്റ് ചെയ്യും. മാർക്കറ്റ് പ്ലേസസ് ആർ ജസ്റ്റ് ഒരു GTM. അതുപോലെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് അനദർ GTM ആണ്. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോം അനദർ GTM ആണ്. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ അനദർ GTM ആണ്. ഈ GTMകളൊക്കെ വഴി നിങ്ങൾക്ക് ആക്ച്വലി വിസിബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മറ്റൊരു GTM മാത്രമാണ് മാർക്കറ്റ് പ്ലേസസ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം. അപ്പം ആക്ച്വലി നിങ്ങൾ ഒന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു സ്കില്ലുണ്ട്, എൻ്റെ അടുത്ത് ലെറ്റ്സ് എ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളൊരു സ്കിൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ വിസിബിലിറ്റി അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് വിസിബിലിറ്റി ഈസ് ഈക്വൽ ടു മോർ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ആളുകൾ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പണി എടുക്കുന്നുണ്ട്, എൻ്റെ പണി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പണിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരെ കിട്ടുള്ളൂ. ഐ മീൻ കൂടുതൽ ക്ലയൻസിന് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ GTMs ഉണ്ട്. നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, മാർക്കറ്റ് പ്ലേസസ് പോലുള്ള GTMs ഉണ്ട്. ഈ GTMകൾ ഓരോന്നായിട്ട് ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്ലയൻസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി ഒരു ഇക്വേഷനും കൂടെ ഞാൻ പറയാം, ദാറ്റ് ഈസ് VCP, വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, കൂടുതൽ വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ വിസിബിൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരുപാട് അടിപൊളിയാണ് എന്ന് ചിന്തിക്കുന്ന ബ്രാൻഡ്സ് അത് നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലത്ത്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ബിൽ ബോർഡിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കണ്ടിട്ടുണ്ടാവും, അവിടുത്തെ പ്രൊമോഷൻ, ഇവിടുത്തെ പ്രൊമോഷൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആ ബ്രാൻഡിനെ കാണുമ്പോഴാണ്, കൂടുതൽ ആ വിസിബിലിറ്റി വരുമ്പോഴാണ് അത് കൂടുതൽ ക്രെഡിബിലിറ്റിയിലേക്ക് വിച്ച് വിൽ റിഫ്ലക്റ്റ്. നമ്മൾ വിസിബിലിറ്റി ഓപ്പർച്യൂണിറ്റി ആണെന്നും പറഞ്ഞല്ലോ, അപ്പോൾ ആ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഉറപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിംഗ്/വിസിബിലിറ്റി എന്ന ഫ്രീലാൻസിങ്ങിലെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GTMകൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ GTM എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ത്രൂ ഔട്ട് അറിയാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഓരോ GTMകളായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യണം. ദാറ്റ് ഈസ് മാർക്കറ്റ് പ്ലേസസ് സെറ്റപ്പ് ചെയ്യുക ആദ്യം, മേ ബി മെല്ലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ തന്നെ കുറച്ച് വീഡിയോസൊക്കെ ലിങ്ക്ഡിൻ എന്താ ഏതാണെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേഷൻ, മേ ബി നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഓരോ GTMകൾ എനേബിൾ ചെയ്യുക. ബിക്കോസ് വി നീഡ് വിസിബിലിറ്റി വെൻ യു ആർ എ ഫ്രീലാൻസർ. ഏകദേശം ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോണ്ടന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വിസിബിൾ ആകണം, അത് ഏതൊക്കെ ആംഗിളിൽ നിങ്ങൾക്ക് ആകാൻ വേണ്ടി പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്, ഇങ്ങനെ നമ്മൾ വിസിബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് ആളുകൾ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലമാണ് ഞാൻ എങ്ങനെ പൈസ പറയും, എത്ര പൈസ പറയും എന്നുള്ളത്. അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഷ്യസ്ലി മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്കില്ല് വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന GTMകൾ വഴിയാണ് എനിക്ക് ആക്ച്വലി വിസിബിലിറ്റി കിട്ടേണ്ടത്, എന്നാലേ എനിക്ക് ക്ലയൻസിനെ കിട്ടുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത ചാപ്റ്റേഴ്സിൽ നമുക്ക് ഈവൻ മോർ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫ്രീലാൻസിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.